ഹായ് എവ്രി വൺ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് കുറച്ച് പേപ്പർ ബീഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ സ്റ്റാർ ഷേപ്പിലാണ് ബീഡ്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡിഫറെൻറ്റ് കളറിലുള്ള പേപ്പർ A4 സൈസിലുള്ള ക്രാഫ്റ്റ് പേപ്പർ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അതാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് പർപ്പിൾ കളറും ഒരു പേസ്റ്റൽ ഗ്രീൻ കളറുമാണ്, യെല്ലോയിഷ് ഗ്രീൻ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ്. അതിൻ്റെ അളവുകൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇത് കറക്റ്റായിട്ട് കിട്ടിയത് ഈ അളവിൽ ചെയ്തപ്പോഴാണ് കേട്ടോ. കാരണം എൻ്റെ A4 പേപ്പറിനേക്കാളും കുറച്ചും കൂടി ഇച്ചിരി കൂടി തിക്കായിട്ടുള്ളൊരു പേപ്പറായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്രാഫ്റ്റ് പേപ്പർ. പിന്നെ ചിലപ്പോൾ പേപ്പറിനനുസരിച്ച് ഡിഫറെൻ്റ് ആകും നമ്മൾ ബീഡ്സ് ഉണ്ടാക്കുമ്പോൾ. നമ്മുടെ പേപ്പറുകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പലർക്കും അറിയാമായിരിക്കും, പക്ഷേ ഞാനിതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതിനെ താഴത്തോട്ട് മടക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ചുറ്റിയെടുത്ത് ഞാൻ ഇങ്ങോട്ട് എടുക്കും കേട്ടോ. നമുക്ക് ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ഈ സൈഡിലുള്ളതിനെ നമ്മൾ വലിച്ചു കൊടുക്കുന്നുണ്ട്. നീളത്തിലെടുക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടും. എനിക്ക് കറക്റ്റ് അളവ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എൻ്റെ കറക്റ്റ് അളവിന് ഞാൻ അങ്ങ് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ നമുക്ക് ലൂപ്പ് ഇങ്ങനെ കിട്ടി. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കി വരുന്നതിന് നമ്മൾ ഇങ്ങനെ ഈ സൈഡിലോട്ട് നമുക്ക് വെക്കാം കേട്ടോ. പുറകിലോട്ട് മടക്കി വയ്ക്കുന്നുണ്ട് ഞാൻ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സൈഡ് ഇന്ന് നമ്മൾ ഇങ്ങനെ ചുറ്റി വരിക. അപ്പോൾ നമ്മൾ ഓരോ വട്ടം ചുറ്റി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പുറത്ത് പോകാതെ നോക്കണം. നമ്മളിപ്പോൾ ഇങ്ങനെ ചുറ്റി കൊടുക്കുന്നുണ്ട്. മാറി വരും. ഇങ്ങനെ എടുക്കുക. ലാസ്റ്റ് ഇതിനൊരു എൻഡ് വരും. നമ്മളത് അകത്തോട്ട് നമുക്കത് മടക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് എനിക്കിട്ട് ഇതിനകത്തോട്ട് കയറ്റി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു പീസ് കിട്ടും. ഈ എക്സ്റ്റെൻഡായിട്ട് നിൽക്കുന്നത് ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇത് റെഡിയായി. നമുക്കൊരു സ്റ്റാർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനെ ഒരു 3D സ്റ്റാർ പോലെ ആക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം സ്റ്റാർ ഷേപ്പിൽ. നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ഞാനിവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു സ്റ്റാർ ഇവിടെ. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് നല്ലൊരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പക്ക സ്റ്റാർ ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പം
കുറച്ച് അടുത്ത് കാണിക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന്. കണ്ടോ, അപ്പോൾ ഈ ഒരു സൈഡ് നല്ല വൃത്തിക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള സ്റ്റാർ ഇവിടെ വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്റ്റാറുകൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ എല്ലാ സ്റ്റാറുകളും ഉണ്ടാക്കിക്കൊണ്ട് വരാം കേട്ടോ. ഇതുപോലെ നമുക്ക് എല്ലാ സ്റ്റാറുകളും ഇനി ഉണ്ടാക്കാം. ഇവിടെ ഒരാൾ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് ബീഡ്സ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ബീഡ്സ് ക്യാമറയിൽ കാണിക്കാൻ പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ബീഡ്സ് ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കത് ഒന്ന് ത്രെഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സൂചിയും നൂലുമാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് ത്രെഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ബീഡ്സ് എങ്ങനെ ത്രെഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ ഒരു പർപ്പിൾ കളർ നൂലാണ് എനിക്ക് കിട്ടിയത്. അത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റത്ത് ഞാനൊരു നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ത്രെഡ് ചെയ്തെടുക്കാം. ഓരോന്നോരോന്നായിട്ട് ത്രെഡ് ചെയ്യണം. അപ്പോൾ ഇതിന് നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് നമുക്ക് നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ എൻഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിന് ബാക്കി നമുക്ക് എല്ലാം ഒന്ന് അതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ മെയിനായിട്ടും ഒരു എന്താ പറയുക, ഗ്രീൻ ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് പർപ്പിൾ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ബീഡ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ടൈ ചെയ്തെടുക്കണം. അത് നമുക്ക് കയ്യിലിടാൻ പറ്റുന്ന രീതിയിൽ, ബ്രേസ്ലെറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ടൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്രത്യേക നോട്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് സ്ലൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള നോട്ടായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഈ ടൈ ശരിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇപ്പോൾ നമുക്ക് വലിക്കാം. എന്നിട്ട് ഇത് കയ്യിലിടാം. എന്നിട്ട് ഇതുപോലെ തിരിച്ചും നമുക്ക് വലിച്ചെടുക്കാം കേട്ടോ. തിരിച്ചും ഇങ്ങനെ വലിച്ച് ടൈ ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റാണിത്. ലൈക്ക് ചെയ്യാനും മറക്കണ്ട.